അപ്പോൾ ദീപക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ ഇന്ന് ഫൈറ്ററുകളും അതുപോലെ തന്നെ ഫ്ലവർ കൊണ്ട് കുറച്ച് ബേബീസ് ഉണ്ട്. ഫ്ലവർ ഓൺ പിന്നെ നമ്മുടെ സോട്ടയില്ല ഫ്ലവർ ഓൺ ഇവിടെ എങ്ങനെ ബ്രീഡ് ചെയ്യണം അല്ലെങ്കിൽ അല്ല ബ്രീഡ് ചെയ്ച്ചാൽ ഇത് കൊൽക്കത്തയിൽ നമ്മൾ എടുത്തിട്ട് അതിനെ വലുതാക്കണം. പിന്നെ അതിന് ഫൈറ്റർ എങ്ങനെയാണ് ഇവിടെ ബ്രീഡ് ചെയ്യണം അല്ലെങ്കിൽ ഫൈറ്റർ ബ്രീഡിങ് ഉണ്ടല്ലോ. എങ്ങനെയാണ് ഫ്ലവർ ഓൺ ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിൽ അല്ല ഫ്ലവർ കൊണ്ട് എടുത്തിട്ട് നമ്മളൊരു 4 മാസത്തോളം ആയിട്ടുണ്ട്. 4 മാസത്തോളം ആയിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ഫ്ലവർ കൊണ്ട് അത് ഫ്ലവർ ഓൺ നമ്മളാ ഒരു കാലത്ത് ഫ്ലവർ ഓൺ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് മദ്രാസ് അങ്ങനെ കൊൽക്കത്തയിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്. പണ്ടത്തെ ആ റേറ്റ് കാര്യങ്ങളൊന്നും നമുക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലവർ ഓണിന്റെ റേറ്റ് ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞേക്കാണ്. നമ്മളത് അന്ന് ആ റേറ്റുള്ള സമയത്ത് നല്ല നോക്കി എടുത്തതാണ്. SRD ആണല്ലോ, സൂപ്പർ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി. അതതിന്റെ മറ്റേ ബ്രീഡിന്റെ നെയിമാണ് ഫ്ലവർ ഓൺ പല വെറൈറ്റി ഉണ്ട്. ഇപ്പൊ കാംഫ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഓരോ ടൈപ്പ് ഉണ്ടല്ലോ അതില്. അപ്പോൾ അതിലുള്ള ഫ്ലവർ ഓൺ കിടക്കുന്നത് SRD എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനെ ഫൈറ്റർ ഏതൊക്കെ ചെയ്യണം? അങ്ങനെ ഫൈറ്റർ ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് കോപ്പർ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ആണ്. കോപ്പർ ബ്ലാക്ക് ഉണ്ട്, ഡംബോയർ ഉണ്ട് നമ്മുടെ ഡംബോയർ ഉണ്ടല്ലേ. അങ്ങനെ ഫൈറ്ററിന്റെ ബ്രീഡിംഗ് ഒക്കെ എങ്ങനെയാണ്? പണിയാണ്. ഇപ്പൊ നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ കണ്ട് ആദ്യമൊക്കെ ചെയ്തിട്ട് പരാജയമായിരുന്നു. നമ്മൾ പല സ്ഥലത്തുനിന്ന് എടുത്ത് നമുക്ക് അറിയില്ല. ഇപ്പൊ ഫീമെയിൽ ചെറുത് ആയിരിക്കണം എപ്പോഴും. വലിയ ഫീമെയിലുകൾ നമ്മൾ എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണതല്ലെന്ന് വിചാരിച്ച് എപ്പോഴും വലിയ ഫീമെയിലിനെ നോക്കി എടുക്കും. അപ്പോൾ ആണ് ഇതിനെ ചുറ്റി പിടിച്ചിട്ടാണല്ലോ മുട്ടയിടിക്കുന്ന പ്രോസസ്സൊക്കെ. അതൊന്നും നടക്കില്ല. അപ്പോൾ ഫെയിൽ ആയിരിക്കും. പിന്നെ വലിയ ഫീമെയിൽ ആണെങ്കിൽ മെയിലിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ തിരിച്ച് അങ്ങനെയൊക്കെയുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പൊ പഠിച്ച് തന്നെ ഇപ്പൊ കുഞ്ഞന്മാരെയൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെ അപ്പോൾ നമുക്ക് ഓരോ ഫൈറ്ററിനായിട്ട് പരിചയപ്പെടാം. ഇതേതാ ഐറ്റം തന്നെ? ഇത് കോപ്പർ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. കോപ്പർ ബ്ലാക്ക് അല്ലേ? രണ്ടും മെയിൽ തന്നെയാണുള്ളത്? ഇത് രണ്ടും മെയിലാണ്. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ? കൊടുക്കാനുണ്ടാവും നമ്മുടെ. ഇതൊക്കെ എത്ര റേറ്റ് വരണേ? ഇത് ശരിക്കും മാർക്കറ്റ് വില 350 രൂപ അടുത്തുണ്ട്. നമ്മളിവിടെ കൊടുക്കുമ്പോൾ 300 രൂപയ്ക്ക് ആയിട്ടാ കൊടുക്കണത്. പെയറല്ല, ഒരു മെയിലും ഒരു ഫീമെയിലും ബ്രീഡിങ്ങിന് പാകമായത്. ബ്രീഡിംഗ് സെറ്റ് ആണ് കൊടുക്കണത്. അത് എത്ര കൊടുക്കാം? 300 നമ്മൾ കൊടുക്കാം. 300 കൊടുക്കല്ലേ? ഷോപ്പുകളിലൊക്കെ റേറ്റ് വരുന്നത് 350, 400. അത് പല ഇതിനനുസരിച്ച് ഇങ്ങനെ മാറും. അവര് ലാഭം എടുക്കണതിന്റെ ഒരു ഇതില് 400 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബ്രീഡിംഗ് സെറ്റ് ആണ് കൊടുക്കണത് 300 രൂപ. അപ്പൊ കോപ്പർ ബ്ലാക്ക് അല്ലേ? ഇതിന്റെ ഫീമെയിൽ വേറെ ഉണ്ടല്ലോ? ഫീമെയിൽ വേറെ ഉണ്ട്. അത് ഇതേപോലെ തന്നെ ആയിരിക്കും. ആ ഒരു ഡ്രാഗന്റെ പോലത്തെ ഒരു ഇത് കയറി വരുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ബ്രീഡിംഗ് പെയറാണ് കൊടുക്കണത് 300 രൂപ. അപ്പോൾ നമുക്കിനി അടുത്ത ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോപ്പർ ബ്ലാക്ക് കളറിന്റെ ആണോ അല്ലെങ്കിൽ? ബ്ലാക്ക് ഉണ്ടാവും. പ്ലസ് ആ കോപ്പറിന്റെ തന്നെ ഒരു കളറില്ലേ, ഒരു എന്താ പറയാ, അതിന് ഒരു തിളങ്ങണ ഒരു ഷെയ്ഡ് തന്നെയില്ലേ, നന്നായിട്ട് കൃത്യമായിട്ട് ഉണ്ടാവില്ല. അതാണ് കോപ്പർ ബ്ലാക്ക്. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തതിനെ പരിചയപ്പെടാം. ഇതേത് ഐറ്റം തന്നെ? ഇത് ഫാൻസി ടൈപ്പ് ആണ്. കുറെ കളറുകളുള്ള ഒരു ഫാൻസി ടൈപ്പ് അല്ലേ? ഇതിപ്പോ ഡംബോയർ ഉണ്ട്. അതിന് ഇയറും ഡംബോ ആണ് അതിന്റെ കണ്ട അറിയാം. ഡംബോയർ ആണല്ലേ? ഫാൻസി ഐറ്റംസിന് ഡംബോയർ ആണ്. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത്? ഇതിപ്പോ നമുക്കൊരു 200 രൂപയ്ക്ക് ആയിട്ട് കൊടുക്കാം. ഒരെണ്ണം 200 അല്ലെങ്കിൽ 150 ഒക്കെ ആയിട്ട് കൊടുക്കാം. നമ്മുടെ അധികം ഇല്ല ഈ വെറൈറ്റി. ആയി വരണുള്ള ഡംബോയർ ആയി വരണം. ക്രോസ് ബ്രീഡ് അയച്ചൊക്കെ എടുക്കണതാണ്. കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ കളറുകളും ഇതൊക്കെ ആയിട്ട് കിട്ടുമോ? ഇതിപ്പോ പെയറാണോ റേറ്റ് അല്ലെങ്കിൽ സിംഗിൾ പീസ്? ഇത് അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ല, നിസ്സാരം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് ഒരു റേറ്റ് നമുക്ക് ഇതിൽ പറയാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിനെ പരിചയപ്പെടാം. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഫാൻസി ഐറ്റം തന്നെയാണുള്ളത്. ഇത് ഡംബോയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുക. ഡംബോയർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ അതിൽ വരുന്നത്. ഡംബോയർ തന്നെ പല ഇത് തന്നെ ഉണ്ട്. യെല്ലോ ഉണ്ട്, പൈനാപ്പിൾ കളർ, അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്. പല കളറുകളും. ഇതിപ്പോ പ്യൂർ ആണ്. ഈ കളർ തന്നെ നമുക്ക് ഇനി കുട്ടികൾ ഇറങ്ങിയാലും ഈ ഒരു കളർ തന്നെ വരില്ല. കാരണം ഇതിന്റെ ഫീമെയിലിനെ കാണുകയാണെങ്കിലും ഈ സെയിം കളർ പാറ്റേൺ ആണല്ലേ? ഇതിപ്പോ റേറ്റ് ഒക്കെ എത്ര? ഇത് നമുക്ക് പെയർ 150 രൂപ കൊടുക്കാം. പെയറല്ലേ? ഓക്കെ. ഇതിനിപ്പോ പെയർ 150 രൂപ വരുന്നുള്ളൂ. നമുക്കിനി അപ്പോൾ അടുത്തതിനെ പരിചയപ്പെടാം. ഇതേത് ഐറ്റം തന്നെ? ഇതിപ്പോ ഇതിന്റെ ടൈല് വ്യത്യാസം ഉണ്ട്. റോസ് ടൈല് അല്ലെങ്കിൽ ഡബിൾ ടൈല്, അങ്ങനെ ഒരു ടൈപ്പാണിത്. നല്ല കട്ടിയുണ്ടല്ലോ. മറ്റ് സാധാ ഹാഫ് മൂണിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോ അതിനെ വിട്ടിട്ട് ടൈലിന് ഒരു പിരിവിരിപ്പും അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. കട്ടിയുള്ള ടൈലായിരിക്കും. ഇതിന്റെ തന്നെ വലുതുണ്ടായിരുന്നു, അതൊക്കെ സെയിലായി പോയി. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത്? ഇതിപ്പോ നമ്മുടെ സ്റ്റോക്ക് ഇല്ല. ആവുകയാണെങ്കിൽ നമുക്കൊരു
150 ആ റേഞ്ചിൽ തന്നെ പെയർ കൊടുക്കാൻ പറ്റും. 150 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് പെയറാണ്. ഇതിൻ്റെ ഒരു മെയിലും ഒരു ഫീമെയിലാണ് ബ്രീഡിംഗ് സെറ്റ് അല്ലേ? ബ്രീഡിംഗ് സെറ്റ് അത് വരുന്ന 150 രൂപയാണ് റേറ്റ് പറഞ്ഞുള്ളൂ. ഷോപ്പിലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും റേറ്റ് കുറവാണ് കേട്ടോ. ബ്രീഡിംഗ് സെറ്റിന് 150 രൂപ വരുന്നുള്ളൂ. ഇതിന്റെ കളർ ചേഞ്ച് വേറെ ഉണ്ടോ അല്ലെങ്കിൽ? ഇല്ല, ഈ കളറുകൾ നമ്മൾ മെയിനായിട്ട് കോപ്പർ ബ്ലാക്കും ഡംബോയറാണ് ചെയ്യുന്നത് ബ്രീഡിങ്. പിന്നെ നമുക്ക് എടുത്ത് കൊടുക്കാം, നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പുതിയ സ്റ്റോക്കൊക്കെ വരുമ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അപ്ഡേഷൻ സ്റ്റോക്കുകൾ വരുമെന്ന് പറയണേ. അപ്പോൾ ദീപകിൻ്റെ നമ്പർ വീഡിയോക്ക് തൊട്ട് താഴെയും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമുള്ളവർ ദീപകിനെ വിളിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിനെ പരിചയപ്പെടാല്ലേ? അടുത്തതാണ് ഒരു വേറെ ഫൈറ്ററിൽ തന്നെ വെറൈറ്റിയാണ്. പ്ലക്കാർട്ട്. ഇതിനിപ്പോൾ എന്താ ഈ പ്ലക്കാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത? അത് മറ്റേതിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കണ്ടു കഴിഞ്ഞാൽ അറിയണവർക്ക് അറിയാം. മറ്റേ ഫൈറ്ററിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഓവർ ഹാഫ് മൂൺ ഒക്കെ ഇല്ലേ, ഈ ഒരു വെറൈറ്റിയുടെ ഒക്കെ ഫീമെയിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക, ആ ഒരു ഷേപ്പിലായിരിക്കും ഇവരുടെ ഇരിപ്പ്. മെയിലായാലും ഫീമെയിലായാലും. ഫീമെയിൽ നമ്മൾ അറിയണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ അടിയിൽ ഒരു എക്സ്പോർട്ട് ഉണ്ടാവും, വൈറ്റ് കളർ. അതിപ്പോ ഇതിൽ കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് മെയിലാണോ ഫീമെയിലാണോ ഇത് നമുക്ക് നോക്കണം. ഇതിപ്പോ രണ്ടും മെയിലാണ്, കാരണം ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലക്കാർട്ട് ആണെന്ന് അറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കൺഫേം ചെയ്ത് ഒരു പെയർ സെറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പോർട്ട് നോക്കിയിട്ടാണ് കൊടുക്കുക. അങ്ങനെ ഇത് രണ്ടും മെയിലാണല്ലോ? ഇത് രണ്ടും മെയിലാണ്. രണ്ടും പ്ലക്കാർഡിനാണ്. മറ്റേ പ്ലക്കാർഡ് എന്ന് പറയുമ്പോൾ അതിന് വാല് കുറച്ച് കുറവായിരിക്കും, പക്ഷെ അതിന് കാണാൻ രസം ഉണ്ടാവും. ഇതിപ്പോ റേറ്റ് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണോ? ഇല്ല, ആ റേറ്റിന് നമ്മൾ കൊടുക്കണം. ഈ ഒരു അല്ല മാർക്കറ്റിലും റേറ്റ്? മാർക്കറ്റിൽ ഇതൊക്കെ തന്നെ നല്ല റേറ്റ് വരുന്നതുണ്ട്. ഒരു 700 ആ റേഞ്ചിലൊക്കെ വരുന്ന പ്ലക്കാർഡുകളുണ്ട് ഉണ്ടല്ലേ? ഇതിപ്പോ ഇതിനിപ്പോ ബ്രീഡിംഗ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്? ബ്രീഡിംഗ് ഉണ്ട്, ബ്രീഡിംഗ് ഇട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. ഇതിനൊക്കെ ഫൈറ്ററിന് ഫുഡ് എങ്ങനെ? ഫൈറ്ററിന് നമ്മൾ സാധാ കപ്പിയുടെ എല്ലാ കൂടിയത് ഫുഡുകളാണ് കൊടുക്കണത്. പ്രിൻസ് വീൻ, അതേപോലെ തന്നെ RTMA ഹാച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ലൈവ് ഫുഡ് മൊയിനെ കൊടുക്കും. കൂത്താടി കൾച്ചർ ചെയ്തിട്ട് അത് കൊടുക്കും. അങ്ങനെ വേറെ വേറെ ഫുഡുകൾ കൊടുക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്ന സമയത്താണ് മെയിൻ ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നല്ല ഫുഡുകൾ കൊടുക്കുക. പിന്നെ ഇപ്പോഴും ഓരോ ഫുഡുകളൊക്കെ പിന്നെ നോർത്ത് ഫിന്നിന്റെ ഒക്കെ ഉണ്ട്. പലരും ചെയ്ത അവരുടെ അനുഭവം പറയുമ്പോൾ നമ്മൾ അതും ട്രൈ ചെയ്ത് നോക്കും ഓരോ സെറ്റില്. പിന്നെ നോർത്ത് ഫിന്നിന്റെ സൂപ്പർ ബെറ്റ ബൈറ്റ്സ്, അങ്ങനെ പല ഇതുകളുണ്ട്. പിന്നെ ഹിക്കാരി ബയോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്, അതൊക്കെ നമ്മൾ വേറെ യൂട്യൂബ് വീഡിയോയിലും ഒക്കെ പലരും ചെയ്ത് കണ്ടിട്ട് ചെയ്ത് നോക്കണം. പല ബ്രീഡേഴ്സും നമുക്ക് പിന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫൈറ്ററിന് കുറച്ച് ചെലവ് കൂടുതലാണ്. നമുക്ക് ഭയങ്കര പണിയാണ്. അതായത് നമ്മള് ആ ഒരു സന്തോഷത്തിന് പോയിട്ട് ആദ്യം കുറെ വാങ്ങിച്ചു വെക്കും. പക്ഷെ ഇതിന് വെള്ളം മാറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ചിറകൊട്ടാനും, അതേപോലെ ബദാം ലീഫിന്റെ എക്സ്ട്രാക്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബദാം ലീഫ് ഇട്ടൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ചിറകൊട്ടി, എത്ര പ്യൂർ വെള്ളമാണെങ്കിലും ചിലപ്പോൾ ചിറകൊട്ടി പോകാനും ചത്തുവാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ ഫൈറ്ററിന് ബദാമിന്റെ ഇല ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടിയും ടാനിന്റെ ഒരു കണ്ടന്റ് ഉണ്ട് ബദാമിന്റെ. ഇന്ത്യൻ ആൽമണ്ട് ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ബദാമില്ലേ അതിന്റെ ഇല, അത് ഏറ്റവും ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കണം നമ്മള്. അതിലേക്ക് വെച്ചാൽ ടാനിന്റെ ഒരു കണ്ടന്റ് തന്നെ ഉണ്ട്, കെമിക്കൽ കണ്ടന്റ് ടാനിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അതുള്ളത് കൊണ്ട് അത് ഇവർക്ക് നല്ലതാണ്. ഫൈറ്ററിന് മാത്രം കേട്ടോ, ഫൈറ്ററിന്റെ അവർക്ക്. അല്ലാണ്ട് പിന്നെ വേറെ മരുന്നൊന്നും മരുന്നുണ്ട്. നമ്മൾ മെത്തിലിൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്. നമ്മൾ ഉഷാർ കുറവോ അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു ഇത് സൈഡിൽ തൂങ്ങി പിടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പൊ വരുമ്പോൾ നമ്മൾ മെത്തിലിൻ ബ്ലൂ അത് നമ്മളിവിടെ സെയിലുണ്ട്, കൊടുക്കുന്നുണ്ട്. 15 രൂപയ്ക്ക് ആയിട്ട് ഒരു ചെറിയ നിസാരം മില്ലി. അപ്പോൾ ഫൈറ്ററിന് എന്താ മരുന്നല്ലേ മെത്തിലിൻ ബ്ലൂ എന്ന് പറഞ്ഞത് കൊടുക്കാനുണ്ട്. അതപ്പോൾ ആവശ്യമുള്ളൊരു ദീപകിനെ വിളിച്ച് ചോദിക്കുക. പിന്നെ ഫൈറ്ററിന്റെ ഇപ്പൊ ഇത്രയൊക്കെ വെറൈറ്റി ഉള്ളൂ അല്ലേ? ഇത്ര വെറൈറ്റി നമ്മൾ ചെയ്യണല്ലോ. അധികം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബോട്ടിലിംഗ് കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേ സെപ്പറേറ്റ് ആക്കി വെക്കണം, വെള്ളം കളയല്, അത് നമുക്ക് സമയം ഭയങ്കരമായിട്ട് പോകും. നമ്മുടെ ഫൈറ്ററിന്റെ ബ്രീഡിങ് കുറച്ച് പണിയാണ്. ഗപ്പിനെ പക്ഷേ ഗപ്പി സിമ്പിൾ ആണല്ലോ. ഗപ്പി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. നമ്മളില്ലെങ്കിൽ പോലും ഇപ്പൊ ഒരു ദിവസം തീറ്റ കൊടുത്തില്ല എന്ന് വെച്ചാലും ഇത്രയ്ക്കൊന്നും അത് ഫൈറ്ററിനായാലും തീറ്റയുടെ പ്രശ്നമില്ല. എന്നാലും എന്താ ഈ വെള്ളം മോശമായി കഴിഞ്ഞാലേ ഭയങ്കര പണി കിട്ടും. അപ്പൊ നമുക്കിനി ഫൈറ്ററിന്റെ ഒക്കെ വിശേഷം കഴിഞ്ഞാൽ അപ്പൊ നമുക്കിനി ഫ്ലവറോണിനെ പരിചയപ്പെടാം. അപ്പൊ നമുക്കിനി അടുത്തന്നെ പരിചയപ്പെടാം. ഇത് ഫ്ലവറോൺ ആണ്. ഇതിപ്പോ ഇവിടുന്ന് കുഞ്ഞുങ്ങളെടുത്ത് വലുതാക്കിയത് നമുക്ക് ബട്ടൺ സൈസിലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ഒരു കോയിൻ സൈസ്
കിട്ടും നമുക്ക്. അല്ലേ? ഇതിപ്പോ ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ ഇത്? ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. കൊടുക്കാനുള്ളതാണ് ഫ്ലവർ ഓൺ. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത്? ഇതിപ്പോ 150 രൂപ ഹമ്പായത്. 150 രൂപ അല്ലേ? അത് ഹമ്പ് മെയിലിന് മാത്രമാണോ അല്ലെങ്കിൽ ഫീമെയിൽ? അല്ല, അത് ക്വാളിറ്റി അനുസരിച്ചിരിക്കും. നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഹമ്പ് വരുള്ളൂ. അങ്ങനെ ചിലപ്പോ ഈ ലോക്കൽ ബ്രീഡൊക്കെ ചെയ്യണ അതിനൊന്നും ഹമ്പ് അങ്ങനെ കൃത്യമായിട്ട് വരില്ല. നല്ല പാരന്റ് ആണെങ്കിലാണ് ഹമ്പ് വരുള്ളൂ. അതേപോലെ ഇപ്പൊ ഈ കളറ്, ഇതിന്റെ ഇവിടെ റെഡിഷ് കളറില്ലേ, അത് പിന്നെ അതൊക്കെ വരണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇതിപ്പോ എല്ലാത്തിനും ഹമ്പൊക്കെ ഹമ്പൊക്കെ വന്നു തുടങ്ങിയതാണ്. നമ്മുടെ അടുത്ത് ഒരു 100 അടുത്ത് കൊടുക്കാനുണ്ടല്ലോ. 100 അടുത്ത് കൊടുക്കാനുണ്ട്. അത് നമുക്ക് 100 രൂപയ്ക്കായിട്ട് കൊടുക്കാം. ഹമ്പ് വരാത്തത് 100 റേറ്റ് ആണ്. ഹമ്പ് ഉള്ളതിന് 150 രൂപ. ഇതിപ്പോ 100 പീസ് കൊടുക്കാനുണ്ടല്ലോ ഫ്ലവർ ഓൺ. ഇതിപ്പോ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് ഫ്ലവർ ഓണിന്റെ ഹമ്പും ഫ്ലവർ ഓൺ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ ചെറിയ സെറ്റപ്പിൽ വീഡിയോ എടുത്തത്. ഓക്കെ. ഇതിപ്പോ ഇതിന് ഫുഡൊക്കെ എന്താണ് ഫ്ലവർ ഓൺ ഫുഡ് കൊടുക്കുന്നത്? ഫുഡ് ആദ്യത്തെ ദിവസം ആ ചെറിയ സൈസിലൊക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ RTMA വിരിയിച്ച് കൊടുത്തു. അതേപോലെ മൊയിന അങ്ങനെ ലൈഫ് ഫുഡുകളാണ് കൊടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ് വരാനായിട്ട് ഒക്കിക്കോ പ്ലാറ്റിനം, അതുപോലെ ആംബറിന്റെ ഒരു ഫുഡുണ്ട്. അതൊക്കെ റേറ്റ് കൂടി പ്രീമിയം ഫുഡുകൾ. റേറ്റ് കൂടിയ ഫുഡൊക്കെയാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ് ഇതിനെ നോക്കാനായിട്ട്. കോസ്റ്റ്ലി ആണ് ഇപ്പൊ. പക്ഷെ നമുക്ക് അതിനുള്ള വില കിട്ടുന്നില്ല. പണ്ട് നമ്മളിപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താലും ആ ഒരു റേറ്റ് നമുക്ക് കിട്ടായിരുന്നു. ഈ ഒരു സൈസിന് ഏകദേശം ഇപ്പോഴും കൊടുക്കുന്നവരുണ്ട്. 600 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്നത്. സെയിലാവുന്നത്. നമ്മ 150 രൂപ റേഞ്ചിനാണ് കൊടുക്കണം. കാരണം നമുക്കത് സെയിലായി നമ്മുടെ അധികം കിടന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതുകളില്ല. അങ്ങനെയല്ല. ഇതിന്റെ ബ്രീഡിങ് നമുക്ക് ഒരു 8 മാസം 9 മാസത്തിൽ ഇത് മെച്ചുവറായി കിട്ടുമെന്നാണ് പറയണത്. ഞാൻ ഒരെണ്ണത്തിന് അങ്ങനെ പേര് തിരിച്ചിട്ടിട്ടുണ്ട്. വെച്ചുകഴിഞ്ഞാൽ വലുതാക്കി വീട്ടിൽ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് പുതിയത് വാങ്ങിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറഞ്ഞ റേറ്റിനൊന്നും കിട്ടില്ല. ഏകദേശം ഒരു 3500 രൂപ 4000 രൂപയൊക്കെ അവരെങ്ങനെ വന്നാലും ചിലപ്പോൾ സിംഗിൾ പീസിന് തന്നെ പറയും. ഓക്കെ. ഇതിപ്പോ എത്ര മാസമായി? ഇതിപ്പോ ഒരു 3-4 മാസം 3 മാസമായിട്ടുള്ളൂ. ഓക്കെ. ഇതിനൊക്കെ ഫ്ലവർ ഓൺ ഒക്കെ നല്ല മാർക്കറ്റുള്ള സാധനമാണ്. ഇതിന് 150 രൂപയാണ് ഒരു പീസ് പറയണത്. അപ്പോൾ ആവശ്യമുള്ളൊരു ദീപകിനെ വിളിക്കുക. ദീപകിൻ്റെ നമ്പർ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോൾ എന്താണ് ചെയ്താണ്? ഇതിപ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ മൊയിനെ ചെയ്തേക്കുന്നതാണ് ലൈഫ് ഫുഡ് കൊടുക്കാനായിട്ട്. മൊയിനെ കളിച്ചു. ഇതിപ്പോൾ ഇതിന് നോക്കിയാൽ ഒന്നും കാണാനായിട്ട് പറ്റില്ല. അതിങ്ങനെ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അവർ ചെറിയ കുത്തു പോലെയാണ് മൊയിനെ കാണാൻ പറ്റുള്ളത്. മൊയിനെയാണ് നല്ല സാധനമാണ്. ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ മീനുകൾക്ക് മാത്രമാണ്? ഇവിടുത്തെ മീനുകൾക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്യണുള്ളൂ. പിന്നെ ഇപ്പൊ മീൻ വാങ്ങിക്കുന്ന പിള്ളേരൊക്കെ വരുമ്പോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് വെറുതെ കൊടുക്കും. കുറച്ച് കൊടുക്കൂല. കൾച്ചർ 50 രൂപ 100 രൂപയ്ക്കായിട്ടാണ് കൊടുക്കണത്. അങ്ങനെ പൈസ വാങ്ങിച്ച് കൊടുക്കണില്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടും. ഇത് ഈസ്റ്റ് ഇട്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. പിന്നെയാണ് ഈ കപ്പലണ്ടി പിണ്ണാക്ക്, കടല പിണ്ണാക്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ഇട്ടാണ് ഇപ്പോൾ ചെയ്യണത്. അവര് കിഴി കെട്ടിയിരുന്നില്ല. ഞാൻ ഗ്ലാസ്സിൽ ഒരു കുറച്ചു നേരം വെച്ച് അലിയിച്ചിട്ട് അത് അരിപ്പയിൽ അരിച്ചു കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈസ്റ്റിനേക്കാളും നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നുണ്ട്. ചിലവും കുറവാണ്. ഈസ്റ്റ് ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഞാൻ കുപ്പിയായിട്ട് വാങ്ങിക്കാറ്. ചെറിയ ബോട്ടിൽ 10 രൂപ കൊടുക്കണം. അതൊരു 2 പ്രാവശ്യം ഇടാനേ നമുക്ക് ഉണ്ടാവുള്ളൂ. 2-3 പ്രാവശ്യം. ഇത് കപ്പലണ്ടി പിണ്ണാക്ക് കിലോ ഏകദേശം നമുക്കൊരു 32-36 രൂപ തന്നെ ഉള്ളൂ. കുറെ നാള് കയ്യിലുണ്ടാവും അത്. ഇതിപ്പോ ഏതിനൊക്കെ നമുക്ക് കൊടുക്കണത്? ഇത് എല്ലാത്തിനും കൊടുക്കാറുണ്ട്. ഗപ്പീസിനൊക്കെ എപ്പോഴും കൊടുക്കില്ല, വല്ലപ്പോഴും. ഫൈറ്ററിന് എല്ലാ ദിവസവും കൊടുക്കും. ഫൈറ്ററിനും മറ്റേ ഫ്ലവർ ഓൺ ഇപ്പൊ കൊടുക്കലില്ല. കാരണം ചെറിയ ടൈപ്പ് ചെറുതായിരുന്നപ്പോ ഇതാണ് കൊടുത്തിരുന്നത്. ഇത് RTMA ഒക്കെ തന്നെ കൊടുത്ത്. ഫൈറ്ററിന് ഇത് കൊടുക്കുന്നതുകൊണ്ട് കളറ് നല്ല കൂടുതൽ. അങ്ങനെ കളറും അതുപോലെ തന്നെ പിന്നെ കണ്ടീഷനിങ്ങിന് ഇടുമ്പോൾ നമ്മൾ ലൈഫ് ഫുഡ് കൊടുത്താലാണ് മുട്ടയുടെ എമൗണ്ട് കൂടുള്ളൂ. നന്നായിട്ട് എഗ് കിട്ടണമെങ്കിൽ. അപ്പോൾ ലൈഫ് ഫുഡ് കൊടുക്കാനായിട്ട് ഇത് എളുപ്പം. അങ്ങനെ അല്ലേ? അപ്പോൾ ഇവിടെ മൊയിന കൾച്ചറും ഉണ്ടല്ലേ? മൊയിനുണ്ട്. നമ്മൾ വീണ്ടും ഫ്ലവർ ഓൺ അക്വറിയത്തിലേക്ക് ഒന്ന് മാറ്റിയാണ് എല്ലാവരും കാണാൻ വേണ്ടി. ഫ്ലവർ ഓൺ കളർ അനുസരിച്ച് കളർ വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇത് പേടിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം മാറ്റാനൊക്കെ എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ പേടിച്ച് കഴിഞ്ഞാൽ കളർ ഫേഡ് ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും കളർ സെറ്റ് ആവും അല്ലേ? ഇതാണ് കൊടുക്കാനുള്ള ഫ്ലവർ ഓൺ ഫിഷുകൾ. ഇതിന് ഒട്ടുമിക്ക ഇതിന് ഹമ്പൊക്കെ ഹമ്പായി തന്നെയാണ്. ശരിക്കും മറ്റൊന്ന് സംഭവം എത്ര നാളെടുക്കും? അത് നമ്മൾ കൊടുക്കണ ഫുഡിനനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ ഇതിൽ ഉണക്കച്ചെമ്മീൻ കൊടുക്കാറുണ്ട്. ഒരു 1 ഇടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആയിട്ട് മറ്റേ ഫുഡിന്റെ ഒപ്പം തന്നെ ഉണക്കച്ചെമ്മീനും കൊടുക്കാറുണ്ട്. പിന്നെ റേറ്റ് കുറഞ്ഞിപ്പോ ഗ്രോവലിന്റെ തന്നെ ഞാൻ പിന്നീടാണ് ആ ഗ്രോവലിന്റെ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയതേ. അപ്പൊ ആംബർ അങ്ങനെ പ്രീമിയം ഫുഡ്സ് ഒഴിവാക്കിയിട്ട് അതൊരു പാക്കറ്റൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പൊ മറ്റേതിന്റെ മണി കൊടുക്കണതിന്റെ ഒപ്പം തന്നെ
ഈ പ്രീമിയം ഫുഡ്സിന്റെ 1-2 മണി കൊടുത്തിട്ട് ഈ ഗ്രോവലിന്റെ ഫുഡാണ് കയറ്റി കൊടുക്കാറുള്ളത്. അപ്പൊ നമുക്ക് ലാഭമാണ് താനും. അന്ന് ഇവർക്കും കുഴപ്പമില്ല, വളർച്ചയിലൊന്നും ഇത് കാണിക്കാനില്ല, നല്ല ഇതാണ്. ഓക്കെ ഇതൊക്കെയാണ് ഫ്ലവർ. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുത്തത് സോട്ടയിലാണ്. ഇത് അടുത്ത വെറൈറ്റി സോട്ടയിലാണ്. ഇതിപ്പോൾ സോട്ടയിലെ റെഡ് കളർ. സോട്ടയിലെ വെറൈറ്റികൾ എങ്ങനെയാണ്? ഇത് എൻ്റെ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ, പല വെറൈറ്റികളും സോട്ടയിൽ അവൈലബിൾ ആണ്. ഇതിപ്പോ സോട്ടയിൽ എങ്ങനെ സെയിൽ ചെയ്യാനുണ്ടോ? സെയിലുണ്ടല്ലോ. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് പീസ് 10 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. പീസ് സോട്ടയിലും ഒരു പീസ് 10 രൂപയാണ്. അപ്പൊ ബ്രീഡിംഗ് സെറ്റ് ആണോ? ബ്രീഡിംഗ് സെറ്റ് ഉണ്ടാവും. ഫീമെയിൽ മെയിലായിട്ടുണ്ട്. മെയിലായിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു പീസിന് 10 രൂപ വരണുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിനി ഇതൊക്കെയാണ് ദീപക്കിൻ്റെ അലങ്കാര മത്സ്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദീപക്കിൻ്റെ അലങ്കാര മത്സ്യങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ സെയിലിനുള്ള കാര്യങ്ങളും റേറ്റൊക്കെ ഒന്ന് ഓടിച്ച്. ഗപ്പി ഐറ്റംസ് ഒക്കെ ഒരുവിധം എല്ലാം നമ്മൾ 10 രൂപയായിട്ട് തന്നെയാണ് കൊടുക്കണത്. യെല്ലോ ടെക്സ്ചറോ, 7 കളർ, ജർമ്മൻ റെഡ്, ഹാഫ് ബ്ലാക്ക്, എല്ലാ വെറൈറ്റീസും ഒരു 10 രൂപയാണ്. പിന്നെ ആകെ അതിൽ പ്ലാറ്റിനം റെഡ്, ബിഗ് ഗിയർ നമ്മൾ 25 രൂപ പീസ്. അതേപോലെ തന്നെ ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട് 35 അങ്ങനെയാണ് കൊടുക്കണത്. ബാക്കി അതേപോലെ ഫ്ലവർ ഓൺ ആണെങ്കിൽ 150, 100 കൊടുക്കും. ഹമ്പും അതിനനുസരിച്ച് SRD ഫ്ലവർ ഓൺ. അതേപോലെ തന്നെ ഫൈറ്ററുകളാണെങ്കിലും അത് നമ്മളങ്ങനെ വിളിച്ച അപ്ഡേഷൻ ഉണ്ടെങ്കിൽ വാട്സപ്പിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു പുതിയ വെറൈറ്റികൾ വരുമ്പോൾ അറിയിക്കാനൊക്കെ പറ്റും. ഓക്കെ. പിന്നെ പറഞ്ഞ സോട്ടയിലാണല്ലോ പറഞ്ഞത്. സോട്ടയിലുണ്ട്. സോട്ടയിലും 10 രൂപയായിട്ട് തന്നെയാണ് നമ്മൾ 10 രൂപ കൊടുക്കണം. നല്ല അടിപൊളി ക്വാളിറ്റി. നല്ല സോട്ടയില. കളർ നന്നായിട്ടുണ്ട്. ചിലത് കളറ് ഫേഡ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ടാവും. ഇത് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണുള്ളത്. അതൊക്കെ റേറ്റ് കുറവ്. അപ്പോൾ മീൻ വളർത്താൻ വാങ്ങാനുള്ളവർക്ക് ദീപക്കിനെ വിളിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഈ ബ്രീഡിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദീപക്കിനെ വിളിച്ചാൽ ദീപക്ക് ഒരു വിധം പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഈ മേഖലയ്ക്ക് വന്നപ്പോൾ അതിനുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ വെച്ചാൽ, അപ്പോൾ ഈ മേഖലയ്ക്ക് തുടക്കക്കാർ വരുമ്പോൾ അവരോട് പറയാനുള്ള എന്തെങ്കിലും അഡ്വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യങ്ങളോ? സൂക്ഷിക്കണമെന്ന് വെച്ചാൽ ഞാനായാലും ഇപ്പോൾ ഫസ്റ്റൊക്കെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ചത്തു പോകണ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ നമുക്കറിയില്ല. ഞാനായാലും ഇപ്പോൾ ചെറിയ പിള്ളേരായാലും കുറച്ചൊക്കെ എടുത്തെടുത്ത് നമ്മൾ ചെയ്ത് അതിന് പഠിക്കുന്നു നമ്മളെ തന്നെ. അത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്താൽ എത്ര ഇപ്പോൾ നമ്മളായാലും കുറേ യൂട്യൂബ് വീഡിയോ കണ്ടാലും ഫൈറ്ററും ചെയ്തിട്ടും പലതും അവർ പറഞ്ഞ പലതും ചെയ്താലും നമുക്കൊന്നും കിട്ടാറില്ല. നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ ചെയ്ത് ഒരെണ്ണത്തിന് വാങ്ങിച്ചൊരു വില കുറഞ്ഞതിനെ വാങ്ങിച്ചിട്ട് വളർത്തി അങ്ങനെ ചെയ്ത് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ആവും. നമുക്ക് വേറെ ഒരാളുടെ അഡ്വൈസ് കിട്ടിയാലും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിൽ കൂടെ തന്നെ വാങ്ങിക്കും. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അല്ലാതെ ബാക്കി ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയമായിട്ട് നമ്മുടെ വീട്ടിലെ ഒരു സെറ്റപ്പും ബാക്കി നോക്കി ചെയ്യണതാണ്. പിന്നെ ഇതിൻ്റെ ഫുഡും കാര്യങ്ങളും ഏറ്റവും നല്ലത് നല്ലത് തന്നെ കൊടുക്കാൻ പറ്റിയ കൊടുക്കണത് ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഗ്രോവലാണ് ഒരുവിധം എല്ലാവരും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യണവരൊക്കെ കൊടുക്കുന്നത് ഗ്രോവലിൻ്റെ ഫുഡാണ്. റേറ്റ് കുറവും എന്നാൽ പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഇതുകൾ. പിന്നെ കുറേ വെറൈറ്റി ഫുഡുകൾ ഇപ്പോൾ കിട്ടും നമുക്ക്. അത് നമ്മൾ തന്നെ വാങ്ങിച്ച് ഇങ്ങനെ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് 20 ഗ്രാമിൻ്റെ കിട്ടും. അത് വാങ്ങിച്ച് റിസൾട്ട് നോക്കുക. പിന്നെ അത് വേണമെങ്കിൽ അത് കൂടുതലെടുക്കുക. അങ്ങനെ ആ ഒരു ഇതിൽ ചെയ്താൽ മതി. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ. ഓക്കെ, താങ്ക് യു.